ഫസ്റ്റ് ടൈം ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കരിയർ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ട്രാക്കിലേക്ക് എനിക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ ആദ്യം തന്നെ എനിക്കൊരു ബേസിക് ക്ലാസ്സാണ് തന്നത്. ആ ടൈമിൽ എനിക്ക് മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് റിക്കളക്ട് ചെയ്യാനും പറ്റി. എനിക്ക് എന്നെ കൊണ്ട് തന്നെ പറ്റും, ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരികയും ചെയ്തു. ഹായ്, എൻ്റെ പേര് ഫെറിൻ. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഒരു 7 years ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 4 years ആയിട്ട് എനിക്ക് കരിയർ ഗ്യാപ്പ് വന്നു. ജോബിന് വേണ്ടി ശ്രമിച്ചെങ്കിലും പക്ഷെ എനിക്ക് ഇന്റർവ്യൂവിൽ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ രണ്ടാമതൊന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ജോയിൻ ചെയ്തത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ENS സ്കിൽ എന്ന് പറയുന്നത് ENS അസോസിയേറ്റ്സ് എന്ന ഓഡിറ്റ് ഫേമിന്റെ ഒരു സബ് ഡിവിഷൻ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ CA CMA ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നത്. സബ് ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ ലൈവ് പ്രോജക്ട്സിൽ വർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. നമുക്കൊരു റിയൽ ലൈഫ് വർക്ക് എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് കിട്ടും. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ പോലും അവർ നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് വഴിയാണ് നമുക്കെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ ക്ലാസ്സൊക്കെ ഏകദേശം കഴിയാറായി. ഇപ്പോൾ ഒരു സീനിയർ അക്കൗണ്ടന്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതോ ആ ഒരു ലെവലിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഇവിടുത്തെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഈ കോഴ്സ് തീർന്ന ഈ ടൈമിൽ തന്നെ ENS അസോസിയേറ്റ്സിൻ്റെ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എനിക്ക് ജോലി ലഭിക്കുകയുണ്ടായി. എനിക്ക് ഇവിടുന്ന് ലഭിച്ച ക്ലാസ്സുകൾ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നിങ്ങൾ ആരെങ്കിലും കരിയർ ഗ്യാപ്പ് ഉള്ളവരോ അല്ലെങ്കിൽ നോളജ് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ തന്നെ ജോയിൻ ചെയ്യും. അത് നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും.